ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു PSC നെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ കോശവും കോശജാലങ്ങളും എന്നുള്ള പാഠഭാഗമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിൻ്റെ 1ാമത്തെ പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഫീഡ്ബാക്കാണ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ഈ പാഠഭാഗത്തിൻ്റെ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ വീഡിയോ മാത്രം കാണുകയാണെങ്കിൽ. സോ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇവിടെ പാഠഭാഗത്തിൽ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓരോ ഭാഗങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് WF10X എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം. ആ ഭാഗത്തിൻ്റെ പേരാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഐ പീസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളൊരു സ്പെസിമെൻ, അതായത് രക്തകോശങ്ങളോ അല്ലെങ്കിൽ സസ്യകോശങ്ങളോ എന്തെങ്കിലും നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ മൈക്രോസ്കോപ്പിൽ ആ സ്പെസിമെൻ അല്ലെങ്കിൽ ആ വസ്തുവിനെ വെച്ചതിന് ശേഷം നമ്മൾ നോക്കുന്നത് ഐ പീസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിലൂടെയാണ്. PSCയിൽ സാധാരണയായി ഈ ഭാഗത്ത് നിന്നും അധികമായി ചോദ്യങ്ങൾ ഉണ്ടാകാറില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇനി അതിൻ്റെ അടിയിൽ ഐ പീസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ഭാഗം, ആ ഭാഗത്തിനെ പറയുന്നതാണ് ബോഡി ട്യൂബ്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അടുത്ത 2 ഭാഗങ്ങളാണ് കൊയാസ് ഫോക്കസും ഫൈൻ ഫോക്കസും. ഇത് രണ്ടും നമ്മൾ സ്പെസിമെൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണേണ്ട സാധനം മൈക്രോസ്കോപ്പിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഫോക്കസ് ക്രമീകരിക്കണമല്ലോ, ആ ഫോക്കസ് ക്രമീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൊയാസ് ഫോക്കസും ഫൈൻ ഫോക്കസും. പിന്നെ അടുത്തതായിട്ടുള്ള നമുക്കുള്ള ഭാഗങ്ങളാണ് ഒബ്ജക്റ്റീവ് ലെൻസസ്. അത് നമ്മളുടെ മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ചെറിയ വസ്തുവിനെ വലുതാക്കി കാണണമെങ്കിൽ എന്ത് വേണം? ലെൻസുകൾ വേണം. ആ ലെൻസുകളാണ് ഇത് ഒബ്ജക്റ്റീവ് ലെൻസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ഭാഗങ്ങളാണ് സ്റ്റേജ് ക്ലിപ്പും സ്റ്റേജും. ഇവിടെയാണ് നമുക്ക് എന്താണോ കാണേണ്ടത്, ഏത് കോശങ്ങളാണോ നമുക്ക് വലുതായി നിരീക്ഷിക്കേണ്ടത്, ആ കോശങ്ങളെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്റ്റേജ് ക്ലിപ്പും സ്റ്റേജും. പിന്നീട് നമുക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കണ്ടൻസറും മിററും. ഇത് രണ്ടും നമ്മളുടെ സ്പെസിമെൻ്റ് അല്ലെങ്കിൽ നമ്മളുടെ കോശം, അതിലേക്ക് എന്ത് വേണം? ലൈറ്റ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായി കാണാൻ വേണ്ടി സാധിക്കൂ. ഈ മിറർ പ്രകാശത്തിന് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും, പ്രതിഫലിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മളുടെ കോശങ്ങളെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സഹായിക്കും. അതിനു വേണ്ടി സഹായിക്കുന്ന മറ്റൊരു ഉപകരണമാണ് എന്ത്? കണ്ടൻസർ എന്ന് പറയുന്നത്. മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ കോശങ്ങൾ വ്യക്തമായി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. പിന്നെ ബേസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിനെ നേരെ നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഭാഗമാണ്. ഇത്രയും പാർട്ടാണ് ഒരു മൈക്രോസ്കോപ്പിനുള്ളത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഈ ഭാഗത്ത് നിന്ന് അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല, ഇതുവരെ കണ്ടിട്ടില്ല, ഇനി ചോദിച്ചുകൂടായികയില്ല, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ആവർധന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്നാൽ എന്താണ് എന്നുള്ളതാണ്. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് അതിൻ്റെ ആവർധന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ. നിരീക്ഷണ വസ്തുവിനെ ഐ പീസ് ലെൻസ് 10x അല്ലെങ്കിൽ 10 ഇരട്ടി വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40x അല്ലെങ്കിൽ 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർധന ശേഷി 400x ആയിരിക്കും. ഇവിടെ പറയുന്നത് ആവർധന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, ലെൻസുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വസ്തുക്കളെ എത്രത്തോളം വലുതാക്കി ഒരു ലെൻസിന് കാണിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടേമാണ് എന്ത്? ആവർധന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കണക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് നിരീക്ഷണ വസ്തുവിനെ ഐ പീസ് ലെൻസ് 10 ഇരട്ടി വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർധന ശേഷി എത്ര എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത്. ഇങ്ങനൊരു ചോദ്യം കിട്ടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കാണേണ്ടത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ആവർധന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എത്ര എന്നുള്ളതാണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഐ പീസിൻ്റെയും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ആവർധന ശേഷി തന്നിട്ടായിരിക്കും നമുക്ക് എന്ത് കാണാൻ ചോദിക്കുക? ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവർധന ശേഷി എത്ര എന്ന് ചോദിക്കുക.
അങ്ങനെയാണെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എം എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസിലെയും ഒബ്ജക്റ്റീവ് ലെൻസിലെയും ആവർത്തന ശേഷികൾ തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിച്ചാൽ മതി. അതായത് ഇവിടെ ഐ പീസിൻ്റെത് 10x എന്നും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെത് 40x എന്നും തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ഗുണിച്ചാൽ നമുക്ക് സ്വാഭാവികമായും 400x അല്ലെങ്കിൽ നമ്മളുടെ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷിയായിട്ടുള്ള 400x എന്നുള്ളതിലേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ എൻ്റെ മക്കൾ ഈ ചോദ്യത്തിൻ്റെ ആ ഇക്വേഷൻ നിർബന്ധമായും ഒന്ന് ഓർത്തിരിക്കുക. കാരണം നാളെ ഒരു ചോദ്യം ഇതിൻ്റെ രൂപത്തിൽ വന്നുകൂടായികയില്ല. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് നോക്കാം. അതായത് മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എം എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസിനെ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എന്തുകൊണ്ട് ഐ പീസ് കൊണ്ട് ഗുണിച്ചാൽ മതി. ഐ പീസിൻ്റെയും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും മാഗ്നിഫിക്കേഷൻ പവർ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി കിട്ടും. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഇക്വേഷൻ എന്തായാലും എല്ലാവരും നിർബന്ധമായും പഠിച്ചു വെക്കുക. സോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളും ധർമ്മങ്ങളും അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു ടേബിളാണ്. ഇത് ഓൾറെഡി നമ്മൾ ആ ഇമേജ് കണ്ടപ്പം പറഞ്ഞല്ലോ. ഇനി നമ്മൾ ഇത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്കിവിടെ ഒരു കുട്ടിയുടെ ഇമേജാണ് കാണാൻ പറ്റുന്നത്. സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാനാകാത്ത സൂക്ഷ്മജീവികളെ എങ്ങനെ നിരീക്ഷിക്കാനാകും എന്നുള്ളതാണ് ആ കുട്ടിയുടെ സംശയം. കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചുവല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലിയാണ്, ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ എത്ര മടങ്ങിലധികം എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 1 ദശലക്ഷത്തിലധികം മടങ്ങ് വലുതാക്കി കാണിക്കാനാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഓർക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു സാധാരണ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. ഈ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺ കിരണാവലി അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. അത്രയാണ് ആ ഭാഗത്തിൽ പറയുന്നത്. ഇനി നമുക്കുള്ളത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ചുവന്ന രക്താണു, COVID-19 വൈറസ്, പൂമ്പൊടി ഇവയുടെയൊക്കെ ചിത്രങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ 2 സയൻറ്റിസ്റ്റിൻ്റെ പേരുകൾ, 2 സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ ഇവിടെ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഏണസ്റ്റ് റസ്ക ആൻഡ് മാർക്സ് നോൾ. ഏണസ്റ്റ് റസ്ക, മാർക്സ് നോൾ, ഈ 2 സയൻറ്റിസ്റ്റിൻ്റെ പേരുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവരാരാണെന്ന് നമുക്ക് നോക്കാം. ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്ക, മാർക്സ് നോൾ എന്നീ ശാസ്ത്രജ്ഞരാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച 2 ശാസ്ത്രജ്ഞന്മാരുടെ ചിത്രവും പേരുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ. ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ, ഈ പേരുകൾ നന്നായി ഓർത്തു വെക്കുക. വർഷം 1934. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തികളുടെ പേരാണ് ഏണസ്റ്റ് റസ്ക, മാക്സ് നോൾ. റസ്ക നോൾ എന്ത് കണ്ടുപിടിച്ചതാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച 2 സയൻറ്റിസ്റ്റിൻ്റെ പേരുകളാണ്. സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാനായി ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ 3 ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പൂമ്പൊടി, COVID-19 വൈറസ്, അതുപോലെ ചുവന്ന രക്താണു എന്നിവ. അതൊക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചുവന്ന രക്താണു ഉണ്ട്, അതുപോലെ COVID-19 വൈറസ്, അതുപോലെ പൂമ്പൊടി. ഇത് 3ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയുള്ള കാഴ്ചയാണത്. വിവിധ മൈക്രോസ്കോപ്പുകളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്യുന്ന പട്ടിക
9.2 പൂർത്തിയാക്കുക. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെ സവിശേഷതകളാണ് നമുക്ക് പൂർത്തിയാക്കേണ്ടത്? പ്രകാശത്തിൻ്റെ ആവശ്യകത, ആവർത്തനശേഷി, ലെൻസ്. ഇത് മൂന്നും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് എന്നുള്ള പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഇത് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പ്രകാശത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുണ്ട്. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പ്രകാശത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പ്രകാശത്തെ അല്ല, മറിച്ച് ഇലക്ട്രോൺ ബീമിനെയാണ് ആശ്രയിക്കുന്നത്. ആവർത്തന ശേഷിയുടെ കാര്യമാണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് കുറഞ്ഞ ആവർത്തന ശേഷിയാണ്. അതായത് 1500 മടങ്ങ് വരെയൊക്കെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി വരുന്നത്. ആവർത്തന ശേഷി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എത്ര മടങ്ങ് വരെയാണ് എത്ര മടങ്ങ് വലുതാക്കി കാണാനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ ആവർത്തന ശേഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ലക്ഷക്കണക്കിന് മടങ്ങ് വരെ ആവർത്തന ശേഷിയുണ്ട്. അത്രയും കൂടുതലാണ്, അത്രയും ഉയർന്ന ആവർത്തന ശേഷിയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുള്ളത്. പിന്നെ ലെൻസിൻ്റെ കാര്യമാണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ വൈദ്യുത കാന്തിക ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ഡിഫറൻസ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി നമുക്കൊരു ചിത്രീകരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയും സാധാരണ മൈക്രോസ്കോപ്പിൻ്റെയും അതിലൂടെ നമുക്ക് എത്രയൊക്കെ വലിപ്പമുള്ള ഏതൊക്കെ വസ്തുക്കളെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ആ ചിത്രീകരണത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സാധാരണ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഈ മഞ്ഞ ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ നമുക്കിവിടെ ഒരു അടയാളം വെക്കുകയാണെങ്കിൽ ഇവിടെ ഈ 100 നാനോമീറ്ററിനും 1 മൈക്രോമീറ്ററിനും ഇടയിലുള്ള ഈ സ്ഥലം വരെയുള്ളതാണ് നമുക്ക് എന്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്? സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എവിടെ വരെയാണ് വരുന്നത്? നമുക്ക് സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്ന വസ്തുക്കൾ, ഒന്ന് പാരമീസിയത്തിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അണ്ഡം കാണാൻ വേണ്ടി സാധിക്കും, സസ്യകോശം, ജന്തുകോശം, ചുവന്ന രക്താണു, ഈസ്റ്റ്, ബാക്ടീരിയനെ ഒരു പരിധിവരെ കാണാൻ വേണ്ടി സാധിക്കും, മൈറ്റോകോൺട്രിയയും കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സാധാരണ മൈക്രോസ്കോപ്പിലൂടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്ന കോശങ്ങളാണ്. ഇനി ഇതിലും ചെറിയ വസ്തുക്കളുണ്ട്, ഇതിലും ചെറിയ കോശങ്ങളുണ്ട്. അവയാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണുന്നത്. അവ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് 1 നാനോമീറ്ററിൻ്റെ അടുത്ത് വരെ നമുക്ക് ഉള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി സാധിക്കും. അതേതൊക്കെയാണ്? വൈറസുകളെ കാണാൻ വേണ്ടി സാധിക്കും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച്. പ്രോട്ടീനെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ DNA നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 100 നാനോമീറ്ററിനേക്കാളും ചെറിയ വസ്തുക്കളായ വൈറസ്, പ്രോട്ടീൻ, DNA അതൊക്കെ കാണുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് സസ്യകോശത്തെയും നിരീക്ഷിക്കാം. സസ്യകോശത്തെയും ജന്തുകോശത്തെയും ചുവന്ന രക്താണു, ഈസ്റ്റ്, മൈറ്റോകോൺട്രിയ, ബാക്ടീരിയം ഇവയൊക്കെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാം. എന്നാലും ചെറിയ വസ്തുക്കളായ DNAയെ നമുക്ക് എന്തുകൊണ്ട് നിരീക്ഷിക്കാൻ പറ്റില്ല? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൊണ്ട് നിരീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രമേ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. അടുത്ത പാർട്ടിൽ കോശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കോശങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ടാണോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഒരേപോലെയുള്ള കോശങ്ങൾ ഒന്ന് ചേർന്നിട്ടാണോ അല്ലെങ്കിൽ വ്യത്യസ്തമായ കോശങ്ങൾ ഒന്ന് ചേർന്നിട്ടാണോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ഭാഗത്തിൽ നമ്മളോടൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ സ്ലൈഡ് തയ്യാറാക്കുമ്പോഴും മൈക്രോസ്കോപ്പിൽ വെച്ച് അത് നിരീക്ഷിക്കുമ്പോഴും എന്തെല്ലാമാണ് സൂക്ഷിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരുപോലെയുള്ള കോശങ്ങൾ ഒത്തുചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ജീവൽ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ഈ പാഠഭാഗത്തിൽ ഉണ്ടാകും, നമുക്കത് പരിശോധിക്കാം. പിന്നെ കാണ്ഡത്തിൻ്റെ ഛേദം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഛേദം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഞാനൊരു സ്ക്രീനിൽ കൊടുക്കാം. എന്തൊക്കെയാണ് കാണ്ഡത്തിൻ്റെ ഛേദം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് കാണ്ഡത്തിൻ്റെ ഏറ്റവും നേരിയ ഛേദം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ
നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും നേരിയ ഭാഗം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഛേദം വരണ്ടു പോകാതിരിക്കാൻ വെള്ളത്തിലോ ഗ്ലിസറിനിലോ സൂക്ഷിക്കുക. പിന്നെ വായുകുമിളകൾ ഇല്ലാതെ സ്ലൈഡിൽ വെക്കുക. ഈ 3 കാര്യങ്ങളാണ് സ്ലൈഡ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചേരുവകൾ ശരിയായ അനുപാതം ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോന്നും ചെയ്യേണ്ട രീതി ഉണ്ടാവുമല്ലോ, അതിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അധികമുള്ള സ്റ്റെയിന് കഴുകി കളയുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹൈ പവർ, ലോ പവർ എന്നിവയിൽ നിരീക്ഷിക്കുമ്പോൾ ആദ്യം ലോ പവറിൽ നിരീക്ഷിച്ച് ഭാഗങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് വേണം നമ്മൾ ഹൈ പവർ ലെൻസ് ഉപയോഗിച്ച് സൂക്ഷ്മമായ ഭാഗങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഹൈ പവർ, ലോ പവർ എന്നിവയിൽ നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിരീക്ഷണം, ചിത്രീകരണം എന്നിവ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിരീക്ഷണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. നിരീക്ഷിച്ച ഭാഗങ്ങൾ കൃത്യമായി ചിത്രീകരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഒരു മൈക്രോസ്കോപ്പ് ഇമേജാണ്. അതിലെന്തിൻ്റെ ഇമേജാണ് തന്നിരിക്കുന്നത്? ഇലയിലെയും കാണ്ഡത്തിലെയും വൈവിധ്യമാർന്ന കോശങ്ങളാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. കാഴ്ചയിൽ വൈവിധ്യമുണ്ടെങ്കിലും ഈ കോശങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഒരുപോലെയാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. കാഴ്ചയിൽ വൈവിധ്യമുണ്ടെങ്കിലും ഈ കോശങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഒരുപോലെയാണ്. ഈ സസ്യകോശത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചിത്രീകരണം ഇവിടെ തന്നിട്ടുണ്ട്. ഇവയിൽ കുറേ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവ ഓരോന്നും എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനി സസ്യകോശത്തെക്കുറിച്ചും ജന്തുകോശത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇതുവരെ നമ്മൾ എടുത്ത പാഠഭാഗങ്ങൾ കൃത്യമായി പഠിക്കുക. വീഡിയോ ഒരുപാട് ലോങ് ആയി പോകണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.